വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. കടുവയ്ക്ക് പ്രത്യേക ഐസൊലേഷൻ സൗകര്യം ഉൾപ്പെടെ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ പുത്തൂരിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെയാണ് കടുവയെ തൃശൂരിലെത്തിച്ചത്. കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ സ്ഥലമില്ലാത്തതിനാലാണ് കടുവയെ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. മുഖത്ത് പരിക്കുള്ളതിനാൽ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഐസൊലേഷൻ കേജിലേക്ക് മാറ്റിയത്. DFOയും RRT അംഗങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് അധികൃതർ അറിയിച്ചു. മുഖത്തൊരു ഇഞ്ചുറി ഉണ്ട്. മുറിവിൻ്റെ വ്യാപ്തിയും ആഴവും ഒക്കെ നമ്മൾ നോക്കിയ ശേഷം പഴുപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ബേസിക് ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ കൊടുക്കും. ആൻറ്റിബയോട്ടിക്സും വൂണ്ട് ക്ലീനിങ്ങും ഒക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ സ്ട്രെസ്സൊക്കെ മാറിയ ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശദമായ ട്രീറ്റ്മെൻറ്റിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത്. വയനാട് വാഗേരിയിൽ ക്ഷീരകർഷകനെ കൊലപ്പെടുത്തി 10 നാൾ പിന്നിട്ടതിന് ശേഷമാണ് WWL 45 എന്ന കടുവ കൂട്ടിലകപ്പെടുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.